മനുഷ്യത്വം സംഭവം ഈ ലോകത്തിൽ ഇല്ലാതാവുക. ഇന്നിപ്പോ അന്ന് കിരീടത്തിൽ അവസാനം കാണിക്കുന്ന സീനല്ല ഇപ്പൊ തമാശ ആൾക്കാർ കാണിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിൽ ലോജിക്ക് വേണം, പക്ഷെ ലോജിക്ക് മാത്രമായ മനുഷ്യത്വം ഉണ്ടാവില്ല, ഇമോഷനും വേണം. പ്ലസ് എന്ന് പറഞ്ഞാൽ പത്മരാജൻ പ്ലസ് ലോഹിതദാസാണ്. ഇപ്പൊ എന്റർടൈൻമെന്റിന്റെ സംഭവം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് മെസ്സേജ് അങ്ങനൊന്നും ഇല്ല. ലോക സിനിമയിൽ എന്ത് മെസ്സേജോ ഉള്ളൂ, ഒരു മെസ്സേജും ഇല്ല. മലയാള ചലച്ചിത്ര മേഖലയിലെ ഒരു അതുല്യ പ്രതിഭയായിരുന്നു എ.കെ. ലോഹിതദാസ്. കഥയിലും തിരക്കഥയിലുമൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു മാജിക്കുകാരനായിരുന്നു അദ്ദേഹം. ഇന്ന് എ.കെ. ലോഹിതദാസിൻ്റെ അകാലത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കേവലം 54-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മുടെ ഇവിടെ പറയുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഹൃദ്രോഗമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിലെത്തിയ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. 16 വർഷങ്ങൾക്കിപ്പുറം 2009 അദ്ദേഹം മരിക്കുന്നത്. എ.കെ. ലോഹിതദാസിൻ്റെ സ്ക്രിപ്റ്റിലൂടെ പ്രത്യേകിച്ചും അദ്ദേഹം നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നാടകരംഗത്തൂടെയാണ് അദ്ദേഹം ചലച്ചിത്ര മേഖലയിലേക്ക് എത്തുന്നത്. അതിന് മുൻകൈ എടുത്തത് സിബി മലയിലും സത്യനന്ദിക്കാട്, അതുപോലെ തന്നെ തിലകൻ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിട്ടുള്ളത്. എ.കെ. ലോഹിതദാസിൻ്റെ സിനിമകളെക്കുറിച്ച് ഒരു അവലോകനം നടത്തുകയാണ്. എന്നോടൊപ്പം ഉള്ളത് ശ്രീ സന്തോഷ് വർക്കി. സന്തോഷേ, സ്വാഗതം. പിന്നെ ലോഹിതദാസിനെ കുറിച്ച് പറയുമ്പം സന്തോഷം എന്താ? ദിവസം ഓർമ്മയുണ്ട്, 2009 മരിച്ച ദിവസം ഞാൻ TV-ൽ അത് കണ്ടതാണ്. ലോഹിതദാസിനെ എങ്ങനെ ഓർക്കുന്നത്? ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ആള്, ഒരുപാട് ജീവിത അനുഭവം ഉണ്ട്, അതായത് സിനിമകൾ കാണാം. പക്ഷെ എവിടെയോ കുറച്ച് നെഗറ്റീവ് തോന്നിയിട്ടുണ്ട്, കുറച്ച് നെഗറ്റീവായിട്ട്. കാരണം സിനിമകളാണെങ്കിലും എല്ലാം ഒരു ട്രാജഡിയിലാണ് അവസാനിക്കുന്നത്. ലൈഫും ആ ഒരു രീതിയിലാണ് നടന്നത്. പക്ഷെ വളരെയധികം മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നി. അല്ല, ബന്ധങ്ങളുടെ കഥയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എല്ലാ സിനിമകളിലും ബന്ധത്തിന്റെ വല്ലാത്ത തീവ്രത വരുന്നു. പക്ഷെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജോക്കർ പോലെയുള്ള സിനിമ എല്ലാം ഒരു ഹൃദയസ്പർശിയായ സിനിമകളാണ്. അതായത് ഏത് എക്സ്ട്രീം വരെയും പോകാൻ പറ്റുമായിരുന്നു പുള്ളിക്ക്. ഹൃദയം കൊണ്ട് കഥയും തിരക്കഥയും എഴുതുമ്പോൾ തന്നെ കോമഡി കഥാപാത്രങ്ങളും അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്, എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ആർക്കും അളക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു ലോഹിതദാസ്. ആദ്യത്തെ അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറയുന്നത് 1987 ഇറങ്ങിയ തനിയാവർത്തനമാണ്. സിബി മലയിലിന്റെ കൂടെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത്. തനിയാവർത്തനം എന്ന സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അമ്മയും മകനും തമ്മിലുള്ള വല്ലാത്ത ബന്ധമാണ്. മകന് മാനസികമായ വൈകല്യങ്ങളുള്ള മകൻ, ആ മകൻ അവസാനം സ്വന്തം മകന് ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ ആ ഹൃദയവേദന, അത് വല്ലാതെ നമ്മുടെ മനസ്സിനെ നോവിക്കുന്നതാണ്. ദശരഥം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആർക്കും വേണ്ടാത്ത, ആരോടും ഒരു കടപ്പാടില്ലാതെ, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ അങ്ങനെ പോകുന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് അവസാനം എനിക്ക് തോന്നുന്നത് രേഖയുടെ കഥാപാത്രത്തിന്റെ അടുത്ത് അത് പറയാൻ സുകുമാരിയുടെ അടുത്താണ് ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തിട്ട് അദ്ദേഹം അതിലൊരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിനെ വാടകയ്ക്കാണ്, അവർക്ക് പൈസ കൊടുത്തിട്ടാണ്. പക്ഷേ ഈ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ആത്മബന്ധം അതിപ്പോ സമീപകാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയുള്ള കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം, നിന്റെ ഒരു സഹായവും വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ ആ ഉദരത്തിൽ സ്വന്തം ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ഗർഭപാത്രം വാടകയ്ക്കാണ്, പൈസ മേടിച്ചിട്ടാണെന്നൊക്കെ ഉണ്ടെങ്കിലും ആ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വരുമ്പോൾ മോഹൻലാൽ അത് വിട്ടുകൊടുക്കുകയാണ് കുഞ്ഞിനെ. അവസാനം ചോദിക്കുന്നുണ്ട്, മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് ചോദിക്കുന്നത്. ദാസിന്റെ സിനിമകൾ എങ്ങനെയാണ് സന്തോഷം നോക്കി? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ 2000 കഴിഞ്ഞ് ജനിച്ച പിള്ളേർ ഏറ്റവും കൂടുതൽ കാണുന്നത് ലോഹിതദാസ് സിനിമകളാണ്. കാരണം ഇന്നത്തെ ജനറേഷന് വികാരങ്ങൾ, ഇമോഷൻസ് ഇല്ല. ഇന്നിപ്പോൾ ലോജിക്ക് വെച്ച് ഇമോഷൻസ് എല്ലാം കളയാം. അങ്ങനെ വരുമ്പോൾ മനുഷ്യത്വം സംഭവം ഇല്ലാതാവുകയാണ്. അപ്പൊ അത് റീസ്റ്റോർ ചെയ്യാൻ ലോഹിതദാസിന്റെ സിനിമകൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതാണ്. ഒരു മനുഷ്യത്വവും ഇമോഷൻസ് ഇല്ലാത്ത യൂത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർ ഈ സിനിമ കണ്ടെങ്കിലും, ലോഹിതദാസിന്റെ സിനിമ കണ്ടെങ്കിലും കുറച്ചൊരു മനുഷ്യത്തിന്റെ എളുപ്പേട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പൊ ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവുന്നില്ല. നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ പോലും ഇപ്പൊ ഫിക്ഷൻ വേറെ ലോകത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. ജോലി സ്ഥലത്താണെങ്കിലും നമ്മളെ കൂടെ സ്കൂളിൽ പഠിച്ചു വരുന്നവരുമായിട്ട് നമ്മളിപ്പോഴും ബന്ധമുണ്ട്. ഞാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് മാറി മാറി അവരുമായിട്ടൊക്കെ താമസിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉള്ളവരുമായിട്ട് ഇപ്പോഴും വല്ലപ്പോഴും ഒന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്ന ബന്ധങ്ങളുണ്ട്. കല്യാണങ്ങൾക്ക് അധികം പോകാറില്ല, പക്ഷെ മരണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര റിസ്ക് എടുത്ത് ഞാൻ മരണങ്ങൾ പോകണം, കല്യാണം പോയില്ലെങ്കിൽ മരണത്തിൽ പോകണം. നമ്മളെ കൂടെ ജോലി ചെയ്തിട്ടുള്ളവർ, വിവിധ സ്ഥാപനങ്ങളിൽ ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ളവർ ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. അവർ നാട്ടിൽ വരുമ്പോൾ വിളിക്കുക, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കും ഒക്കെ ചെയ്യുന്നു. അസോസിയേറ്റ് ചെയ്തിട്ടുള്ളവർ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കകത്ത് പലപ്പോഴും ഒരു ബന്ധത്തിലും ഒരു തീവ്രതയില്ല. അത് കുടുംബ ബന്ധങ്ങളിലില്ല, സൗഹൃദങ്ങളിലില്ല, ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകരുമായിട്ട് പിരിഞ്ഞാൽ പോലെ കണക്ഷൻ വിട്ട് പോകുന്നില്ല, അടുത്തതിലേക്ക് ജമ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇവര് മൊബൈൽ ടെക്നോളജി 2000 കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം വന്നത്. അപ്പൊ അവർക്ക് മനുഷ്യരായിട്ട് അവർ ഇടപെടുന്നില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോഴേക്കും ഇതിനെക്കാട്ട് പരിതാപകരമായ അവസ്ഥയായി. മനുഷ്യത്വം സംഭവം ഈ ലോകത്തിൽ ഇല്ലാതാവുക. ഈ സമൂഹത്തിൽ ഏറ്റവും വേണ്ടതും ഒട്ടും ഇല്ലാത്ത കാര്യം മനുഷ്യത്വമാണ്. അതാണ് ലോഹിതദാസ് സിനിമകൾ ഞാൻ കണ്ടുപിടിക്കുന്നത് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളും മറ്റെല്ലാം കാണിക്കുന്നത്. ഇന്നിപ്പോ അന്ന് കിരീടത്തിൽ അവസാനം കാണിക്കുന്ന സീനല്ല ഇപ്പൊ തമാശ ആൾക്കാർ കാണിക്കുന്നു. നിന്റെ അച്ഛനാടെ പറയണ, കത്തി തായിടാൻ പറയണ, അതേപോലെ ദശരഥത്തിലുള്ള ആ കൈ വിറച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ.
അതെല്ലാം തമാശയായിട്ടാണ് ഇപ്പോഴത്തെ ആൾക്കാർ എടുക്കുന്നത്. ട്രോളാനുള്ള സംഭവം, ട്രോളായും തമാശയ്ക്കാണ്. എങ്ങനെ അത് മനസ്സിലാവുന്നില്ല. അതെല്ലാം അത്രയ്ക്ക് സെൻസിറ്റീവായിട്ട് മനുഷ്യബന്ധങ്ങൾ കാണിക്കുന്ന ഫിലിംസാണ്. ഈ ദശരഥമൻ സിനിമ ഞാൻ 7 വയസ്സുള്ളപ്പോൾ കണ്ടിട്ട് ഇമോഷണലായതാണ്. അപ്പോൾ അതെല്ലാം വളരെ ഇമോഷൻസ് ഒട്ടും ഇല്ലാതാവുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ പ്രസക്തമാണ്. ലോഹിതദാസ് സിനിമകൾ ഇനിയും കാണണം ആൾക്കാർ, എസ്പെഷ്യലി പുതിയ ജനറേഷൻ. കാരണം അവർക്ക് ഇങ്ങനത്തെ ഇമോഷൻസേ ഇല്ല. നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിൽ ലോജിക്ക് വേണം, പക്ഷെ ലോജിക്ക് മാത്രമായ മനുഷ്യത്വം ഉണ്ടാവില്ല, ഇമോഷനും വേണം. അല്ല, അതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ദൂരയാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്യുകയാണെങ്കിൽ അടുത്ത സീറ്റിലേക്ക് നാളെ പരിചയപ്പെടുകയും മൊബൈലിലായി. ഇപ്പം അതില്ല, മൊബൈലില്ല. ഒരു 1 ഡേ മുഴുവൻ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്താൽ അടുത്തിരിക്കുന്നവനായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. മറ്റേന്ന് പറഞ്ഞാൽ ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ ചീട്ട് വിളിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ മനുഷ്യനോട് സംസാരിക്കാനും ഒരുമിച്ച് ചായ കുടിക്കാനും ഒന്നും ഇപ്പം നമ്മൾ തമ്മിൽ തന്നെ അടുത്ത് പരിചയപ്പെട്ടതേ ഉള്ളൂ. അപ്പോൾ അജു മുഖേനയാണ് പരിചയപ്പെടുന്നത്. പിന്നെ എനിക്കെന്തായാലും ഈ അജു എന്ന് വിളിക്കാൻ ഇഷ്ടം. ഞാൻ അജുവിനെ ഒരിക്കലും ചെകുത്താൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ തന്നെ അല്ല, നിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരിക്കലും പിന്നെ ആറാട്ടൻ എന്നുള്ള വാക്കേ വിളിച്ചിട്ടില്ല, സന്തോഷേനെ വിളിക്കാറുള്ളൂ. ഞാൻ പല പ്രിയദർശിനെ പലരും വിളിക്കുമ്പോൾ അവരും പറയാറുണ്ട്, ജോയി മാറ്റുകൾ പറയും, ഞാൻ ഇന്നെ ആറാട്ടൻ വിളിക്കില്ല, സന്തോഷ് വർഗീനെ വിളിക്കുള്ളൂ. അതാണ് എന്റെ ഐഡന്റിറ്റി, അതാണ് അറിയപ്പെടുന്നത് ഈ പേരിലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇടക്കാലത്ത് സന്തോഷം തന്നെ അത് എൻജോയ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. സന്തോഷ് വർക്കി എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് സന്തോഷ് വർക്കി എന്ന ഐഡന്റിറ്റി തന്നെ നിൽക്കണം എന്നുള്ളത് എന്റെ അഭിപ്രായം. പിന്നെ ആസ് എ ബ്രദർ ഞാൻ ആ രീതിയിലാണ് പറയുന്നത്. ഞാൻ ഇടപെട്ടതിന് ശേഷം ഞാൻ ഇപ്പോൾ വരെ നമ്മൾ തമ്മിൽ ഇണങ്ങിയും പിണങ്ങിയും തർക്കിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇല്ലേ? പിന്നെ അതൊരു വെൽവിഷർ എന്നുള്ള രീതിയിൽ എന്റെ ഫാദറിന്റെ പേര് വരുന്നുണ്ട്, വർക്കി എന്ന് പറയുന്നുണ്ട്. എനിക്കത് താല്പര്യം. ഇപ്പം പിന്നെ വേറെ ഒന്ന് ആലോചിക്കുമ്പോൾ ഇപ്പൊ ബാമയെ പോലെ നടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോഹിതദാസാണ്. മീര ജാസ്മിൻ മേരി ജോസഫ് എന്ന പിന്നെ തിരുവല്ലക്കാരി പെൺകുട്ടിയെ ബ്ലസ്സി മുഖേനയാണ് ആണെങ്കിലും പിന്നെ സൂത്രധാരനിലൂടെയാണ് കടന്നു വരുന്നത്, സിനിമയ്ക്ക് കൊണ്ടുവന്നത്. ഒരുപാട് പേരെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകൾക്കകത്തൊക്കെ തിലകന്റെ ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു കിരീടത്തിലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കിരീടം, അതേപോലെ തന്നെ പിന്നെ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ സിനിമകളിലെ കരിയറിലെ ഏറ്റവും മികച്ച അവരുടെ ആക്ടിംഗ് എബിലിറ്റി ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പിന്നെ ഇദ്ദേഹം ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിച്ചതല്ല ലോഹിതദാസ് KPSCയുടെ ജീവിതാനുഭവത്തിൽ നാടകത്തിലൂടെയാണ്. ഇന്നത്തെ ഫിലിം മേക്കേഴ്സിന് ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. ഇന്നത്തെ ഫിലിം മേക്കേഴ്സിന് ഇപ്പോഴത്തെ ഒരു സിനിമയും റിപ്പീറ്റ് വാല്യൂ ഇല്ല. ഞാൻ കാണുന്ന എല്ലാ പടം രണ്ടാമത് കാണാൻ തോന്നുന്നില്ല. കാരണം കിരീടോ ഇതെല്ലാം എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. കാരണം ഇന്നത്തെ റൈറ്റേഴ്സിന് ജീവിതാനുഭവം ഇല്ല. അത് മമ്മൂട്ടി പറഞ്ഞ കാര്യമുണ്ട്, സിനിമ കൊണ്ടല്ല സിനിമ ഉണ്ടാക്കണ്ടേ, ജീവിതം കൊണ്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് പലരും ഈ വേൾഡ് ഫിലിമൊക്കെ കണ്ടിട്ട് ഇൻസ്പയറേറ്റഡ് ആക്കണം. ജീവിതാനുഭവം ഇല്ല, അതുകൊണ്ടാണ് റിപ്പീറ്റ് വാല്യൂ ഇല്ല, ലൈഫില്ല. അവിടെയാണ് ലോഹിതദാസിനെ പടി നമ്മൾ ഓർമ്മിക്കുന്നത്. പിന്നെ അതിനകത്ത് എടുത്തു പറയുമ്പോൾ തന്നെ ഒരു കാര്യം, ഇപ്പം മീര ജാസ്മിനെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞു. മീര വളരെ ലോകിയങ്ങൾ എന്ന് പറയാം, വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഗോസിപ്പുകളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മീരയാക്കി നിലനിർത്തിയതിനകത്ത് മീരയ്ക്ക് പിന്നെ പിതൃതുല്യമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയതിനകത്ത് ഒന്ന് ലോഹിതദാസിനും ഒന്ന് പിന്നെ സത്യനന്ദിക്കാട്ടിനും അവരുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു മീര എന്നുള്ളതാണ്. പിന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പെൺകൊച്ചാണ് മീര. മഞ്ജു വാര്യരെ കുറിച്ച് പറയുമ്പോൾ മഞ്ജു വാര്യരുടെ സിനിമകളിലെ ഇപ്പോൾ ഇറങ്ങിയ ഒക്കെ തിരിച്ചുവരവും നല്ലൊരു തിരിച്ചുവരവായിരുന്നു. പിന്നെ മഞ്ജു വാര്യരെ പിന്നെ എനിക്കിപ്പോൾ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, രണ്ടാമത്തെ തിരിച്ചു വരുന്ന ദിലീപുമായിട്ട് ഇല്ല. ഏറ്റവും മഞ്ജു വാര്യരെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ എന്ന് പറയുമ്പം നായക കഥാപാത്രത്തെ പോലും തോൽപ്പിക്കുക, അവരെ നിഷ്പ്രഭരാക്കി കളയുന്ന രീതിയിൽ. അത് ഒന്ന് ആറാം തമ്പുരാൻ സിനിമയ്ക്കകത്തൊക്കെ മോഹൻലാലും മഞ്ജു വാര്യരുടെ കൂടെ മുമ്പിൽ നിന്ന് പിന്നെ മത്സരിച്ചഭിനയിക്കായിരുന്നു, തകർത്തഭിനയിക്കായിരുന്നു. പത്രം എന്നുള്ള സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപിയാണ് നായകൻ ഔട്ടായി പോയത്. NF വർഗീസും വില്ലൻ കഥാപാത്രവും മഞ്ജു വാര്യരും തകർത്തഭിനയിക്കുക. അതേപോലെ എടുത്തു പറയാവുന്ന ഒരു കഥാപാത്രമാണ് കന്മതം എന്നുള്ള സിനിമയ്ക്കകത്ത്. അത് ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റാണ്. അതിനകത്ത് മഞ്ജു വാര്യർ ഏറ്റവും തകർത്തഭിനയിച്ചു. അതിനകത്ത് വേറെ ആരുമില്ല. മഞ്ജു എന്ന് പറയുന്നത് മഞ്ജു വാര്യർ നിറഞ്ഞ് ആടുകയാണ് ചെയ്തത്. പിന്നെ സന്തോഷയുടെ ഭാഷയെ പറഞ്ഞ ആറാടുകയാണ് ആയിരുന്നു. അങ്ങനെയുള്ള പിന്നെ സിനിമകൾ കൊണ്ടുവരുമ്പോൾ, അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ തിലകന്റെ ഏറ്റവും കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ്. ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ മുരളിയുടെ ഏറ്റവും മികച്ച സിനിമകളുടെ കഥാപാത്രങ്ങൾ ഏതാണെന്ന് വെച്ചാൽ 2 സിനിമകളാണ്. അതൊന്നും പിന്നെ മോഹൻലാലിന്റെ കൂടെ ലാൽ സലാം സിനിമയ്ക്കകത്ത്
ടി.വി. തോമസിന്റെ കഥാപാത്രം ചെയ്യുന്നു, പിന്നെ വർഗീസ് വൈദ്യന്റെ കഥാപാത്രം മോഹൻലാലും ചെയ്യുന്നു. ചെയ്തു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള മത്സരം, കെമിസ്ട്രി ആയിരുന്നു. ആ ഒരു കെമിസ്ട്രി ലോഹിദാസിന്റെ സ്ക്രിപ്റ്റിലാണ് പിന്നീട് മമ്മൂട്ടിയുമായിട്ട് മുരളിയുടെ ഉണ്ടാവുന്നത്. ഉണ്ട്. അപ്പൊ പിന്നെ ഇതിനകത്ത് ഇത് പിന്നെ മമ്മൂട്ടിയുമായിട്ട് അതേ അമരം എന്നുള്ള സിനിമയ്ക്കകത്ത് അച്ചൂട്ടി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം, മമ്മൂട്ടി ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമ അറിയാലോ. അമരം നല്ലൊരു ഫിലിമാണ്. ഈ മുക്കോമാരുടെ ഭാഷയിൽ തന്നെ അത് കൈകാര്യം ചെയ്യും. എനിക്ക് തോന്നുന്നില്ല അമരൻ സിനിമ മോഹൻലാലിനെ പറ്റുമെന്ന് തോന്നുന്നില്ല, അത് മമ്മൂട്ടിക്കേ പറ്റുള്ളൂ. മമ്മൂട്ടിക്കേ പറ്റുള്ളൂ, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. മമ്മൂട്ടി അത് ആ സിനിമ ജോലിക്കാർ പറഞ്ഞു കണ്ടിട്ട് മുക്കുവേട് പോലെ തോന്നി, അവരുടെ തെറ്റാണ്. ആ റോൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മമ്മൂട്ടിക്കേ പറ്റുള്ളൂ. അല്ല മെത്തേഡ് ആക്ടിങ് എല്ലാ ആവശ്യമുണ്ട്. മമ്മൂട്ടി എഫേർട്ട് എടുക്കും, മോഹൻലാലിന് എഫേർട്ട് എടുക്കണ്ട. മോഹൻലാലിന് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ആ നാച്ചുറൽ ആക്ടർ ബോൺ പിന്നെ ആയിട്ടുള്ള ഒരു സ്കില്ലുണ്ട്. ചില കഥാപാത്രം നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതെ, ആ പ്രിപ്പറേഷനിൽ ഏറ്റവും എടുക്കാൻ മമ്മൂട്ടിയാണ്. പ്രിപ്പയർ ചെയ്യണം. അതെ അതെ അതെ. മോഹൻലാൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ 20 എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതലും നാച്ചുറൽ ആക്ടിങ് ആണ് ചെയ്യണം. അല്ല, ഭരതൻ സംവിധാനം ചെയ്ത ഈ അമരം എന്നുള്ള സിനിമയ്ക്കകത്ത്, അമരത്തിനകത്തൂടെയാണ് നമ്മളെ മാധവും അതേപോലെ അശോകനും ആദ്യമായിട്ട് വരുന്ന സിനിമ. അതിനകത്തുള്ള ആ ഒരു സൗഹൃദത്തിന്റെ ആഴം ഉണ്ടല്ലോ. ഒന്ന് അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം, മാധവും മമ്മൂട്ടിയുടെ കഥാപാത്രവും തമ്മിലുള്ള ബന്ധം, മാധവും അശോകന്റെ കഥാപാത്രവും തമ്മിലുള്ള പ്രണയത്തിന്റെ ബന്ധം, അശോകന്റെ അച്ഛനായിട്ടുള്ള മുരളിയും മാധുവിന്റെ അച്ഛനായിട്ടുള്ള മമ്മൂട്ടിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം, ബന്ധങ്ങളുടെ തീവ്രത കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ പിടിച്ചിട്ട്. ഞാൻ ആ സിനിമ കാണുന്നത് തിയേറ്ററിൽ നിന്നല്ല. ശരിക്കും മമ്മൂട്ടി അതിൽ ഒരു മുക്കുകാരന്റെ എല്ലാം വരുന്നുണ്ട്. മുരളി അത് തന്നെ സാധനത്തിലേക്ക് എത്തിച്ചു, ഭാഷയും ബോഡി ലാംഗ്വേജും എല്ലാം. അതെ, അതേപോലെ തന്നെ ചിത്രയെ അതിനകത്ത് ഭയങ്കര എന്താ പറയുക, എന്തൊരു അതിസുന്ദരിയായിട്ട് ഭരതന്റെ ഒരു ഇദ്ദേഹത്തിന്റെ ഭാവന, ഭരതന്റെ ഇമാജിനേഷൻസ് ഭയങ്കര ഇതാണ്. അല്ല, അദ്ദേഹം സ്കെച്ച്, അദ്ദേഹം ഓരോന്നും തായ്വാരം പോലും വരയിൽ നിന്ന് തുടങ്ങിയ രണ്ടുപേരും. അതെ, ഭയങ്കര ഇമാജിനേഷൻ ഉള്ള ആളാണ് അദ്ദേഹം. സിനിമയുടെ ഓരോ സീൻസും അദ്ദേഹം അത് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ സ്കെച്ച് ഉണ്ടാക്കി വെക്കുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്. അതെ, അതിനകത്ത് തന്നെ ഉണ്ടല്ലോ ഒരു മറ്റേ ആ ഒരു വല ഇങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് ഉള്ളൊരു പാട്ട് സീനിനകത്ത് വരുന്നുണ്ടല്ലോ. ഭരതന്റെ കൂടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന നെടുപിടി വേണുവാണ്. മോഹൻലാൽ അധികം ചെയ്തിട്ടില്ല, പക്ഷെ തായ്വാരം നല്ല മൂവിയായി. അഴകെ നല്ല പാട്ട് അങ്ങനെ വരുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊന്ന് ഇപ്പം തിരക്കഥയായിട്ട് എടുത്ത് നോക്കുമ്പം തിരക്കഥാ രംഗത്ത് മലയാള ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒന്ന് പത്മരാജനും ഒക്കെ നല്ല അതേപോലെയുള്ള ആ റേഞ്ചിലുള്ള ആള് തന്നെയായിരുന്നു, സംശയമൊന്നുമില്ല. MT ആ റേഞ്ചിലുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പിന്നെ ഇപ്പോഴും കാലഹരണപ്പെടാതെ നിൽക്കുന്ന തിരക്കഥകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇദ്ദേഹത്തിൻ്റെയാണ്, ലോഹിതദാസിൻ്റെ. മറ്റൊന്ന് പ്രിയദർശൻ്റെയാണ്. പ്രിയദർശൻ്റെ ഇപ്പോൾ ഈ കമ്മ്യൂണിസത്തെക്കുറിച്ചാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ചിന്താവിഷ്ടയായ പടങ്ങൾ കുറച്ച് ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട്, ഒറിജിനലായിട്ട് വന്നല്ല. ലോഹിതദാസ് പ്യൂർലി ജീവിതാനുഭവത്തിന് ഉണ്ടാക്കിയതാണ്. അതെ അതെ. അല്ല, ഞാൻ പക്ഷേ പ്രിയദർശൻ സിനിമ കണ്ടിട്ടാണ് സിനിമ ഉണ്ടാക്കിയത്. പ്രിയദർശനല്ലേ പറഞ്ഞു, ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റുകൾ കാലാതീതമായി നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അത് ചിന്താവിഷ്ടയായ ശ്യാമള ഏറ്റവും വലിയ സോഷ്യൽ സന്ദേശം. ഇവരോട് രണ്ടുപേരോടും അങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന വേറെ ആളുകളില്ല. കിരീടത്തെ കുറിച്ച് പറയുമ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധം അമ്മയും കാണിക്കുന്നുണ്ട്. ആ ബന്ധത്തിന്റെ തീവ്രത കാരണം ഫാമിലിയെ കാണിക്കുന്നു. അതെ, ഒരു ഞാൻ പലപ്പോഴും പറഞ്ഞു കിരീടം സിനിമ ഒരു സായിപ്പിനും ഒരിക്കലും മനസ്സിലാവില്ല ആ ബന്ധങ്ങൾ. അതെ 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 അതെ. പക്ഷെ കിരീടത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പാടില്ല, അത് വേറൊരു പോയി, വേറെ തലത്തിലേക്ക് പോയി. അത് വെറും സാമ്പത്തിക താല്പര്യം വെച്ചങ്ങ് എടുത്തപ്പോൾ അത് വേറൊരു ലെവലിലേക്ക് പോയി. സാമ്പത്തികം അറിയില്ല, അത് ഭയങ്കരമായി പോയി. അതേപോലെ എനിക്ക് ആകാശദൂതും കണ്ടിരിക്കാൻ കുറച്ച് മുന്നോട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, ആകാശദൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലോഹിതദാസിൽ ഏത് പടം നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഹോൾഡ് ചെയ്യും, എന്തെങ്കിലും ഉണ്ടാവും. അതേപോലെ ആയിട്ട് പിന്നെ വന്ന ബ്ലസ്സിയാണ്. ബ്ലസ്സി മോഹൻലാൽ, ബ്ലസ്സി മമ്മൂട്ടി ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. ബ്ലസ്സി എന്ന് പറഞ്ഞാൽ പത്മരാജൻ പ്ലസ് ലോഹിതദാസാണ്. അതെ 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 അതെ. ബ്ലസ്സിലെ ഫസ്റ്റ് പടം തന്നെ കാഴ്ചയല്ലേ, കാഴ്ച തന്നെ ഒരു ഗംഭീര സാധനമായിരുന്നല്ലോ ബ്ലസ്സിയിലെ. അതുപോലെ പ്രണയം, പ്രമരം. അതേപോലെ തന്നെ ഭരതത്തിനകത്ത് ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഈഗോ ഉണ്ട്. പലരും പറയാറുണ്ട്, അതിനെ താരതമ്യം ചെയ്യാറുള്ളത്. സന്തോഷത്തോടും പറഞ്ഞാണ്, ചലച്ചിത്ര മേഖലയിലുള്ള പലരും പറയാറുണ്ട്, ആ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ MG രാധാകൃഷ്ണനെയും MG ശ്രീകുമാറിനെയും മനസ്സിൽ കണ്ടിട്ട് എഴുതിയത്. ശരിക്കതല്ല അല്ല, അങ്ങനല്ല. അത് അവര് ഷിബി മലയന്റെ ഫാമിലിയിൽ നടന്ന ഒരു സംഭവമാണ്. അതിപ്പോ വളരെ ആ സിനിമ കണ്ട ഒരിക്കലും വിചാരിക്കില്ല, വളരെ പെട്ടെന്ന് ഒരു ആ മൊമെന്റിൽ ഉണ്ടാക്കിയ ഫിലിമാണ്. അത് വേറെ ഫിലിം പറഞ്ഞിട്ട് ഈ ഫിലിമിലേക്ക് പിന്നെ വന്നതാണ്. ആ സമയത്ത് ഉണ്ടാക്കിയ ഫിലിമാണ്, പക്ഷെ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുമുണ്ട്. ഒരു അവാർഡും കിട്ടി. അത് ആ സമയത്ത് ആ ഒരു വേറെ കഥ പറഞ്ഞിട്ട് അത് ശരിയല്ല പറഞ്ഞു. ഈ കഥ ആ മൊമെന്റിൽ ഉണ്ടാക്കി. അന്നല്ല പല സിനിമയും ഓൺ ദി സ്പോട്ടിലാണ് എഴുതുന്നത്. ശ്രീനിവാസനായാലും അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഫിലിമാണ് ഭരതം. അത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും തോന്നില്ല. പക്ഷെ അതും ഒരു പ്ലാൻഡ് മൂവി അല്ല. അതെ, അതും വല്ലാത്തൊരു നോവായിട്ടാണ് അവശേഷിക്കുക. അമരം ഒഴിച്ച് ബഹുഭൂരിപക്ഷം സിനിമകളിലും
അവസാനം എത്തുമ്പം പിന്നെ ഒരു ട്രാജഡി ആയിട്ടാണ് വരുന്നത്. ട്രാജഡിയാണ് ലോഹിതദാസിന്റെ മിക്ക പടങ്ങളും. പിന്നെ പക്ഷെ എന്റർടൈൻമെന്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. ഈ പുള്ളിയുടെ അല്ലേ ഇപ്പോഴത്തെ പടങ്ങളെല്ലാം പോസിറ്റീവ് എന്താണ്. പിന്നെ ഞാൻ പറയാം, ഇപ്പൊ ലോഹിതദാസിലെ ട്രാജഡി പറയുന്നത് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. പക്ഷെ ചിത്രന മൂവിയിൽ അല്ലെങ്കിൽ ബന്ധന പടത്തില് പ്രിയദർശൻ നെഗറ്റീവ് എൻഡോ ട്രാജഡി കൊണ്ടുവന്നത് ആളുകൾ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, മണപ്പൂർവ്വം കൊണ്ടുവന്ന. പക്ഷെ ലോഹിതദാസ് ഒരിക്കലും മണപ്പൂർവ്വം കൊണ്ടുവന്നിട്ടില്ല, സംഭവിച്ചതാണ്. അതെ 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 അതെ. കാരണം ഈ ഇപ്പോഴത്തെ പല സിനിമ ഓർമ്മ പോസിറ്റീവായിട്ട് എൻഡ് നമ്മൾ ഓർക്കില്ല, കുറച്ച് നോവേഡ് നിൽക്കുമ്പോ തീരുമ്പോഴാണ് നമ്മൾ ഓർത്തു വെക്കണം. അങ്ങനെ ഒരു സ്ട്രാറ്റജി 80s 90s ഡയറക്ടേഴ്സിനുണ്ടായി, ലോഹിതദാസിനല്ല മിക്കവർക്കും ഉണ്ടായി. ഇപ്പോഴത്തെ ഇപ്പൊ എല്ലാം പോസിറ്റീവ് എന്താണ്. അതുകൊണ്ടാവാ നമുക്ക് തിയേറ്ററിന് ഇറങ്ങുമ്പോൾ ഹോണ്ട് ചെയ്യാനൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, അടുത്ത ദിവസത്തേക്ക് ഓർത്തിരിക്കുന്ന പോലും ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് കാണുന്നു പോകുന്നു. അതെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കണ്ട മറ്റേ സിനിമ എന്തായിരുന്നു, ലോക. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം പിന്നെ സിനിമ 2020 ഞാൻ. ഇപ്പൊ എന്റർടൈൻമെന്റിന്റെ സംഭവം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് മെസ്സേജ് അങ്ങനൊന്നും ഇല്ല. ലോക സിനിമയിൽ എന്ത് മെസ്സേജോ ഉള്ളൂ, ഒരു മെസ്സേജും ഇല്ല. ഇപ്പത്തെ പുതിയ 2K ഉള്ളവർക്ക് ഇഷ്ടാവുന്ന ഒരു എന്റർടൈനർ ഹോളിവുഡ് സ്റ്റൈൽ ഒരു മൂവി, മെസ്സേജ് ഒന്നുമില്ല. ഇല്ല ഇല്ല, സാമൂഹ്യ സന്ദേശം, ഫാന്റസി മൂവി. അതെ അതെ അതെ. പക്ഷെ അതിനകത്ത് കല്യാണി പ്രിയദർശൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുതുമുഖത്തിന്റെ രീതിയിലുള്ള വളരെ മെച്ചുറായിട്ട്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സിനിമ വരുന്നത്. അതെ 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 അതെ, ആ ഒരു ജോണറിൽ ആദ്യമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ആധാരം എന്നുള്ള സിനിമ, വെങ്കലം, ഇതൊക്കെ. പിന്നെ വാത്സല്യം മമ്മൂട്ടിയുടെ പെർഫോമൻസ് അല്ല. ഒരു പറയുന്നുണ്ട്, എന്താണ് കണക്ക് മമ്മൂട്ടി വളരെ ഇമോഷണൽ ആയിട്ട് വന്ന. എനിക്ക് മമ്മൂട്ടിയുടെ ഏറ്റവും സെന്റിമെന്റ്സ് ഇഷ്ടപ്പെട്ട വാത്സല്യത്തിലാണ്. എനിക്ക് അമരമാണ് ഏറ്റവും ഇഷ്ടം. അമരം, മോഹൻലാലിന്റെ കിരീടം രണ്ടും. എനിക്ക് തനിയാവർത്തനം മോഹൻലാൽ ചെടിയും കുറച്ച് നന്നായിരുന്നു. പക്ഷെ അന്ന് മോഹൻലാൽ അതൊരു ശരീരരൂപവും ഇല്ല. പക്ഷെ അന്ന് ഈ സെന്റിമെന്റ്സ് എല്ലാവരും പറയും മമ്മൂട്ടി പറയുമെങ്കിലും എനിക്ക് മോഹൻലാലിനെയാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഷട്ടിലാണ് പുള്ളി. കിരീടം സിനിമയുടെ ഇമ്പാക്ട് ഭയങ്കരമാണ്. അത് പക്ഷേ നെഗറ്റീവ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും അതിൽ അനുകരിച്ചിട്ടുണ്ട്, ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ വളരെയധികം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഫിലിമാണ് കിരീടം. അതിലൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അയാളൊരു ഡൈലമയാണ്. കാരണം മോഹൻലാൽ സ്വന്തം അപ്പനെ ആക്രമിക്കുന്ന കാണുമ്പോഴാണ് പുള്ളിക്ക് അത് ചെയ്യാൻ നിവൃത്തിയില്ല, മകൻ അതാ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടുപോയതാണ്. പക്ഷെ ആ സിനിമ ഇന്നത്തെ പല ജനറേഷൻ പിള്ളേർ കാണുമ്പോൾ പറയുന്നത് ആ കഥാപാത്രം പ്രാക്ടിക്കൽ അല്ല. പക്ഷെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പൊതുവെ അദ്ദേഹത്തിന്റെ കഥകൾക്കകത്ത്, തിരക്കഥകൾക്കകത്ത് വില്ലൻ കഥാപാത്രങ്ങൾ വളരെ കുറവാണ്. എല്ലാവരെയും നല്ല കഥാപാത്രങ്ങളായിട്ടാണ് അവതരിപ്പിക്കുക. കിരീടത്തിലെ കീരിക്കാടൻ ജോസ് കഥാപാത്രം പോലെ അപൂർവമായിട്ടുള്ള സിനിമകളിലാണ് ഈ വില്ലൻ കഥാപാത്രങ്ങൾ വരുന്നത്. ഭൂരിപക്ഷം സിനിമകൾക്കകത്തും അപ്പുറത്ത് നിൽക്കുന്നവരും ഇപ്പുറത്ത് നിൽക്കുന്നവരും ഒക്കെ നല്ല കഥാപാത്രങ്ങളാണ്. അങ്ങനെയാണ് അതിനെ കിരീടത്തില്. അത് പിന്നീട് മോഹൻലാലിന്റെ നരസിംഹ ശേഷമല്ല, ഭയങ്കര അമാനുഷ്യ കഥാപാത്രം വന്നപ്പോ കിരീടം അതൊരു എക്സാമ്പിളാണ്. അവിടെ നായകൻ തോക്കുകയാണ്. അതെ 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 അതെ, അങ്ങനെയാണ്. അതാണ് കിരീടത്തിലെ സ്പെഷ്യാലിറ്റി. അല്ല, അത് അവിടെ മാത്രമല്ല, ദശരഥത്തിലും നായകൻ തോക്കുകയാണ് പലയിടത്തും. ഇപ്പൊ മോഹൻലാലിന്റെ നരസിംഹ ശേഷം വന്ന കുറച്ച് സിനിമകൾ അമാനുഷ്യ കഥാപാത്രങ്ങളില് അമാനുഷ്യതയാണ്, സാധാരണക്കാരനെ കാണില്ല. മോഹൻലാൽ ഏറ്റവും സാധാരണക്കാരനെ കണ്ടത് കിരീടമാണ്. അതെ, മറ്റേത് ആറാം തമ്പുരാനും അതല്ല വേറൊരു ആറാം തമ്പുരാൻ അല്ലെങ്കിൽ നരസിംഹം, ഉസ്താദ്, പിന്നെ അങ്ങനെ കുറെ പോയി. ശരിക്കും പറഞ്ഞാൽ ഈ നരസിംഹം ശേഷം മോഹൻലാലിനെ കുറച്ചളവ് കിട്ടിയ ബ്ലസ്സിയായിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി മിക്കത് ഇങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. അതേപോലെ കമലദളം, ഇദ്ദേഹത്തിന്റെ ഹിസൈൻ അബ്ദുള്ളയുടെയും തിരക്കഥ പിന്നെ ലോഹിയാണെന്ന്. കമലദളം രണ്ടും സംഗീതത്തിന് ഇത് മൂന്നും മോഡൽ പ്രൊഡ്യൂസ് ചെയ്ത് ക്ലാസിക്കൽ മ്യൂസിക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ പാടിയുടെ യേശുദാസാണ്. ഈ 3 പടവും ഒരു ആർട്ടിസ്റ്റിക് വേണ്ടി ചെയ്തതാണ്. അതേപോലെ തന്നെ പാതയം എന്നുള്ള സിനിമ പിന്നെ വളരെ പിന്നെ ഇതാകൊണ്ടാണ് ഇത്തരം സെന്റിമെന്റ്സ് നിന്ന് മാറിയിട്ട് പിന്നീട് സല്ലാപം പോലുള്ള സിനിമയിലോട്ട് അദ്ദേഹം പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പിന്നെ അതാ പറഞ്ഞ ഇലാസ്റ്റികത വരുന്നത്. ഭൂതക്കണ്ണാടി, കന്മതം നമ്മൾ പറഞ്ഞു. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ വേറെ ടൈപ്പാണ്. വീണ്ടും ചില വീട്ടുകാരുടെ കഥയായിരുന്നു ഭരതത്തിൽ ആദ്യം ചൂസ് ചെയ്ത, പിന്നീട് പിന്നെ അദ്ദേഹം കസ്തൂരിമാൻ ചെയ്യുമ്പോൾ അത് പുതിയ കാലത്തെ സമൂഹത്തെ, പുതിയ യുവതലമുറയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള കസ്തൂരിമാൻ ചെയ്യുന്നു. എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ 54 വയസ്സിൽ നഷ്ടപ്പെടേണ്ടിയിരുന്ന ഒരാളല്ല ലോഹിതദാസ്. അദ്ദേഹത്തിന്റെ അശ്രദ്ധ ഉണ്ടായിരുന്നു. അദ്ദേഹവും മുരളിയും ഒക്കെ കലാപവും മണിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയത് അവരുടെ അശ്രദ്ധ കൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇടയ്ക്കൊക്കെ പിന്നെ ഒന്ന് നല്ല സ്മോക്കിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പിന്നെ ടെസ്റ്റൊക്കെ നടത്തേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചെയ്യാതിരുന്നുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന് ഹൃദയരോഗം. സ്ക്രിപ്റ്റിന്റെ വർക്കിൽ നടക്കുകയായിരുന്നു. ഭീഷ്മയില് മോഹൻലാൽ ശുഭിമലയിൽ ലോഹിതദാസ് കോമ്പിനേഷൻ ആ ഫിലിമിന്റെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നിടക്ക് പുള്ളി ആരോഗ്യം അവഗണിച്ച് ചെയ്തതാണ്. അപ്പം പിന്നെ ഇദ്ദേഹത്തെ 54 വയസ്സിലാണ് നഷ്ടപ്പെടുന്നത്. അദ്ദേഹം ആകെ കുറച്ച് വർഷങ്ങളെ ഈ ഫീൽഡിൽ നിന്നുള്ളൂ. അദ്ദേഹത്തിന്റെ തിലകനാണ് അദ്ദേഹത്തെ ശരിക്കും അങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ സിബി ആണെന്ന് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് സിബി. ഒരു കാര്യം ഞാൻ പറയാം, സിബി മലയിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. സിബി മലയിൽ വിത്തൗട്ട് ലോഹിതദാസ് ബീച്ച് സീറോ. ലോഹിതദാസ് ഉള്ളപ്പോഴാണ് സിബി മലയിൽ ഉണ്ടായിരുന്നത്. ലോഹിതദാസ് പോയോടെ സിബി മലയിലെ സിനിമകൾക്ക് ഇത് പോയി. പക്ഷേ ഒരു പില്ലർ മെയിൻ ഇത് ലോഹിതദാസ് ആയിരുന്നു.
അതെ, അതിൽ വേറെ കാര്യമുണ്ട്. ലോഹിതദാസിന്റെ അടുത്തുള്ള നല്ല സ്ക്രിപ്റ്റ് ഏറ്റവും ഭംഗിയായിട്ട് സംവിധാനം ചെയ്യാനും ഈ ടീം ഭയങ്കരമാണ്. ടീമാണ്. അതെ 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 അതെ. സിബിമലി ലോഹിതദാസ് ഭയങ്കര ടീം. ഇവര് തമ്മിലെല്ലാം ലോഹിതദാസ് പലരുമായിട്ട് മോഡലായിട്ടും സിബിമലി പലരുമായിട്ടും പേഴ്സണലായിട്ട് കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അവസാനമായപ്പോൾ. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചു കാലം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ക്ലാസിക് സിനിമകൾ അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനുഷ്യബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ ഇപ്പോഴത്തെ ആളുകൾ അത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സെന്റിമെന്റ് സിനിമയിൽ കണ്ടിട്ട് കുറെ നാളായി ഇവര് സെന്റിമെന്റ് സിനിമ ഇവർ ചിലപ്പോൾ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. നമ്മളുടെ ഈ ഒരു കാലഘട്ടം വളരെ മോശമാണ്. ഇനി കുറച്ചുകൂടെ മോശമാകാൻ പോവുകയാണ്. മനുഷ്യത്വം സംഭവം ഇല്ലാതാവുകയാണ്. അതൊക്കെയാണ് ലോഹിതദാസ് പടം ഞാൻ കണ്ട ഏറ്റവും വലിയ മൂല്യം. ഇന്നത്തെ പിള്ളേർ അത് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കും. കാര്യം ആ ഒരു ഇമോഷൻസേ ഇല്ല. അമരം സിനിമ ഞാൻ കാണുന്നത് എൻ്റെ നാട്ടിലോട്ട് ഒരു പിന്നെ 3 കിലോമീറ്റർ അപ്പുറത്ത് അവിടുത്തെ ഒരു RC പള്ളിയുണ്ട്. നമ്മളിപ്പം പോകാത്ത ആളാണല്ലോ. അവിടെ പിന്നെ പള്ളിപ്പെരുന്നാളിന് അന്നത്തെ കാലത്ത് സ്ക്രീനിൽ വലിയ സ്ക്രീൻ വെച്ചിട്ട് പിന്നെ സിനിമ പ്രദർശിപ്പിക്കും. തിയേറ്ററിൽ നല്ല കണ്ട് അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള നോവുള്ള സിനിമകൾ കണ്ടു കഴിയുമ്പം നമ്മൾക്കും ആ നോവ് മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ ഒരു ദിവസം നമ്മളെ 1-2 ദിവസം കൂടെ ഹോണ്ട് ചെയ്യുമ്പോൾ ഒരു തരം വേറെ നിർവൃതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഒരു ആത്മപരിശോധനയിലേക്കും സങ്കടം, മറ്റൊരാളുടെ സങ്കടം ഒരു കഥയാവട്ടെ, ആ കഥ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് മനസ്സിൽ സങ്കടം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കെന്തോ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എപ്പോഴും സന്തോഷിക്കുന്ന ഒരു തരം സ്വാർത്ഥതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർ ജോളി വരും, എപ്പോഴും അവർക്ക് ഹാപ്പി ആവണം. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ സിനിമകൾ പോലും എൻ്റെ ഒരു സിസ്റ്റർ തന്നെ ഇങ്ങനത്തെ സിനിമകൾ കാണില്ല, സെന്റിമെന്റ് സിനിമകൾ കാണില്ല. കാരണം അവർക്ക് അത് വിഷമിക്കാൻ വയ്യ. അതൊരു സ്വാർത്ഥതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അതങ്ങനെയല്ല. സ്വാർത്ഥമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ചിലർക്ക് ചിലത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം മൂടങ്ങ് പോകും. അതുകൊണ്ട് ചിലപ്പോൾ കാണാതിരിക്കുന്നതായിരിക്കും. അത് പിന്നെ ഓരോരുത്തർ ചോയ്സ് ആണ്. ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെങ്കോളല്ല ആരിയില്ലാണ് കുറച്ച് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് പിന്നെ നമ്മൾ ചില കോമഡി പരിപാടി ഇരുന്ന് കാണാൻ താല്പര്യപ്പെടുക, മെന്റലി ഒന്ന് ഫ്രീ ആവാൻ. ചില ആൾക്കാർ ഇങ്ങനത്തെ ഫിലിംസ് കാണുകയില്ല, സെന്റിമെന്റ്സ് ഇഷ്ടേ ഇല്ല, സെന്റിമെന്റ്സ് കാണുകയില്ല. അതൊരു മനുഷ്യത്തിലായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. ബന്ധങ്ങളുടെ കഥകളും ഏറ്റവും കൂടുതൽ കാണിച്ച ലോഹിതദാസാണ്. അപ്പൊ തൽക്കാലം എന്തായിരുന്നാലും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഇനിയും എനിക്ക് പറയാൻ ഈ കാലത്ത് വളരെ റെലവെന്റ് ആണ്. ഇന്നത്തെ യൂത്തുകൾ ഇത് കാണണം. ലോഹിതദാസ് സിനിമകൾ കാണണം. സന്തോഷ് വർക്കി പറഞ്ഞതുപോലെ തന്നെ കേട്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടില്ലാത്തവർ, പ്രത്യേകിച്ചും അമരം, കിരീടം, പാഥേയം, അതേപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള ഈ തനിയാവർത്തനം തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള സിനിമകളൊക്കെ, ഭാരതം, അങ്ങനെയുള്ള സിനിമകളൊക്കെ തെരഞ്ഞു പിടിച്ച് കാണേണ്ടതാണ് എന്ന്. കാരണം പുതിയ പേരൻസ് നിങ്ങളുടെ മക്കളെ നിർബന്ധമായിട്ട് കാണിക്കണം. എന്നാലേ ബന്ധങ്ങൾ മനസ്സിലാവുള്ളൂ, മനുഷ്യത്വം വരുള്ളൂ. അപ്പം വീണ്ടും സന്തോഷമായിട്ട് ഒരുമിച്ചിരിക്കുന്നതാണ്. ഓക്കെ, സന്തോഷേ.